ചേട്ടാ നശിപ്പിച്ച് എന്താടാ ഇന്നാരെങ്കിലും കഥ പറയാൻ പറ്റുന്നുണ്ടോ? എങ്ങനെ മനസ്സിലായി? അല്ല കൊറേ കാലമായല്ലേ ഇരിപ്പ്, അതുകൊണ്ട് ചോദിച്ചാ. ഇന്നെങ്കിലും എടാ രാവിലെ തന്നെ ഇങ്ങനെ നെഗറ്റീവ് അടുപ്പിക്കാത്തടാ. ഇന്നങ്ങനെ ആപ്പ് ഓപ്പ് എന്നല്ല കഥ കേൾക്കാൻ വരുന്നത് രാജീവ് മാത്യു സാറാണ്. ഓഹോ, ആ പുള്ളിക്കൊക്കെ ഇത്ര ദാരിദ്ര്യമാണോ? നിന്റെ അച്ഛന് സുഖമല്ലടാ? തന്തയ്ക്ക് വിളിച്ചാണല്ലേ? ഏയ് ഞാനങ്ങനെ ചെയ്യോ? നിങ്ങൾ കഥ പറയാൻ വന്നതല്ലേ? തന്റെ കഥ മുടിഞ്ഞു. പ്രാഗതറ പോട്ടെ പോട്ടെ പോട്ടെ, നമ്മളെപ്പോഴും കാണണ്ടല്ലേ. അത് ഓർമ്മയുണ്ടായ കൊള്ളാം. ദീപു കൊറേ നേരം വന്നിട്ട്. ഇല്ല സാർ, ഒരു 5 മിനിറ്റ് ആയതുള്ളൂ. ഇരിക്കും. 2 ദിവസം മുമ്പാണ് പാക്കപ്പ് ആയത്. അതിന്റെ ക്ഷീണം ഇപ്പൊ മുഖത്തുണ്ട്. പിന്നെ ദീപ് കുറെ കാലമായിട്ട് ചോദിക്കണല്ലേ. അയ്യോ, എന്നാ പിന്നെ നമുക്ക് വേറെ ദിവസം ഇരിക്കാം സാർ. അത് കുഴപ്പമില്ല. നാളെ കഴിഞ്ഞ് എനിക്ക് സിംഗപ്പൂർ തായ്ലൻഡ് ട്രിപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോ ഇതുപോലെ ഇരിക്കാൻ പറ്റുന്ന അറിയില്ല. അയ്യോ, എന്നാ പിന്നെ ഇന്ന് തന്നെ ഇരിക്കാം സാർ. ക്ഷീണത്തിനൊരു ബ്ലാക്ക് കോഫി പറയാം. ഇതിപ്പോ ഇതിനു മുമ്പ് എന്തെങ്കിലും സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഈ അടുത്തൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് സാർ. ആണോ? എന്താ അതിന്റെ പേര്? അതിന്റെ പേര് തുടർക്കഥകൾ എന്നാണ്. സത്യത്തിൽ അതിന് മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡൊക്കെ കിട്ടിയിരുന്നു. അത്യാവശ്യം വൈറലായിരുന്നു സാർ. സോറി, ഞാനത് കണ്ടില്ല. അല്ല അത് കുഴപ്പമില്ല സാർ, ഈ തിരക്കിനിടയിൽ എങ്ങനെ കാണാനാണ്? ഏയ് അതുകൊണ്ടല്ല, ഷൂട്ടിനിടയിലായതുകൊണ്ടാ. ഞാനിപ്പോഴത്തെ കുട്ടികളുടെ ഷോർട്ട് ഫിലിംസ് ഒക്കെ കാണാറുണ്ട്. എന്നാ നമുക്ക് കഥ തുടങ്ങിയാലോ? ഓ ആയിക്കോട്ടെ സാർ. സീൻ 1. പ്രഭാതം. തണുപ്പിൻ്റെ മരവിപ്പിലേക്ക് അരിച്ചിറങ്ങുന്ന ഇളം ചുവപ്പ് നിറമുള്ള സൂര്യപ്രകാശം. അത് ഗീതുവിൻ്റെ ജനാലയിലൂടെ കടന്ന് അവൾ കിടക്കുന്ന മെത്തയിൽ പതിക്കുന്നു. കണ്ണ് ചിമ്മി എഴുന്നേറ്റ് പുതപ്പ് മാറ്റി അലങ്കോലമായി കിടക്കുന്ന അവളുടെ മുറിയുടെ വാതിൽ തുറന്ന് എപ്പോഴും ഇളം കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ ബാൽക്കണിയിൽ വന്നിരിക്കുന്ന ഗീതു. അവിടെ ആകാശത്ത് പറന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന പറവകളെ കണ്ട്. ദീപു, സോറി ടു ഇന്ററപ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് ഫൈനൽ സ്ക്രിപ്റ്റിൽ പോലും ഇത്ര ഡീറ്റെയിലിംഗ് ആവശ്യമില്ല. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം കഥ പറയൂ. സത്യത്തിൽ എനിക്കും അതാണ് സൗകര്യം. ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ കഥ പറയാം. ഗീതുവിന് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ മുഖം കണ്ട ഓർമ്മ പോലുമില്ല. അവൾക്കെല്ലാം അവളുടെ ചേട്ടനാണ്. സ്വയം ചേട്ടച്ചൻ എന്ന് വിളിക്കുന്ന അവളുടെ ചേട്ടൻ മഹേഷ്. വളരെ പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ് ഗീതു വളരുന്നത്. പക്ഷെ അവൾക്കതിൽ പരിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഹിമേഷ് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വരെ. ഹിമേഷ് അവൾ പരിചയപ്പെടുന്നത് കൊള്ളാം, എൻ്റെ മതി. മീനു കഴിഞ്ഞ് ദൈവമേ മറന്നുപോയി. ഹലോ, അല്ല അത് ഞാൻ എനിക്കറിയാം. എടാ സോറി എടാ, തിരക്കായിപ്പോയി അതല്ലേ. ശരിയാണ്, നിനക്കും തിരക്കുണ്ട്. എടാ ഞാൻ പറയട്ടോ, എടാ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എടാ ഫസ്റ്റ് ഓഫ് ഓൾ സോറി. എടാ ഇന്നലെ ഷൂട്ട് കഴിഞ്ഞിട്ടെ രാത്രി മിഡ് നൈറ്റ് ഒരു 2 മണി 3 മണിക്ക് വീട്ടിലെത്തിയപ്പോൾ അതാണ്. 8 മണിക്കാ? ആര് പറഞ്ഞു? DIGയാ? എൻ്റെ മീനും? നീ അല്ലാതെ ആരെങ്കിലും അവൻ പറയുന്നതൊക്കെ വിശ്വസിക്കോ? അല്ലാതൊക്കെ പോട്ടെ, നിന്റെ ആരും എന്തായി? ഇനി ഒരാഴ്ചയാ? എന്താണ് മീനു സത്യം? ഇപ്പം തന്നെ നീ ഇവിടെ ഇല്ലാന്ന് എനിക്ക് എന്തോ പോലെയാണ് സത്യമായിട്ടും. എന്ത് ലക്കിയോ? അവളെന്താ പെട്ടെന്ന് വരുന്നത്? അവളുടെ അമ്മയുടെ സുഖം ഇത്ര പെട്ടെന്ന് അറിയാം? ആരെനിക്കോ വിഷമോ? എന്ത് വിഷമം? സന്തോഷമല്ലല്ലോ ആൾ വരുമ്പോൾ. പക്ഷെ എന്നാലും ഇത്ര പെട്ടെന്ന്. ഓക്കെ ശരി, ഞാൻ വിളിക്കാം. ഞാൻ ഇറങ്ങാൻ നിൽക്കാം, പോട്ടെ. ഓക്കെ. ബേബി ചേച്ചി, എന്തോ മോനെ? ഇന്ന് ലക്കി വരുന്നുണ്ട്. അപ്പൊ ഒരു 4 പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കണേ. സംഭവം പറഞ്ഞായിരുന്നു. എന്തു മോന്റെ മുഖത്തൊരു വിഷമം? ഒന്നുമില്ല. ദിവ്യ, സാംബോയ് സുഖല്ലേ? പിടിപിടിച്ചിട്ട് പറഞ്ഞാ മതിയോ? പറഞ്ഞോ. സുഖം. എന്നാ ടാസ്ക് വിളിക്കണമെന്നില്ല, വേഗം കിടക്കണം, കേറിക്കോ. എന്നിട്ട് അമ്മക്ക് എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലടാ. അമ്മ പണ്ടത്തേനേക്കാൾ സ്മാർട്ടായിട്ട് ഓടി നടക്കുന്നു. ഞങ്ങളെല്ലാരും കൂടെ ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചാ.
എന്നിട്ട് എന്നിട്ട് പിന്നെ തിരക്കായി പോയി. പിന്നെ അതിനിടയിൽ മീനു മുമ്പേക്ക് പോയി. അറിഞ്ഞില്ലേ നീ? ഞാനെല്ലാം അറിയുന്നുണ്ട്. ആര് പറഞ്ഞു? എന്റെ DIG മോനെ എന്നെ കൃത്യമായിട്ട് എല്ലാം അറിയിക്കുന്നുണ്ട്. അറിയാം. ഉഫ്, വീടിന്റെ അവസ്ഥ 3 എണ്ണം കൂടി പരിതാപകരാക്കിയിട്ടുണ്ടാവും. വന്നിട്ട് എനിക്ക് കഴുകാനും പിടിക്കാനൊന്നും പറ്റില്ല കേട്ടാ. അപ്പോഴേ പറഞ്ഞേക്കാം. അപ്പോൾ DIG എല്ലാം പറഞ്ഞില്ലേ? പിന്നെ അന്നന്ന് നടക്കണ കാര്യങ്ങളൊക്കെ അന്നു തന്നെ പറയാറുണ്ട്. റൗഡി ബേബി, റൗഡി ബേബി. അയ്യോ, എന്താ എൻ്റെ വണ്ടി. വണ്ടിക്ക് എന്താ പറ്റിയേ? വണ്ടി ഞാൻ സർവീസിന് കൊടുത്തേക്കാണ്. അത്രയ്ക്കുള്ള കാര്യം? അത് വൈകുന്നേരം പോയി എടുത്താ പോരെ? അയ്യോ പറ്റില്ല, എനിക്കിപ്പോൾ പോയി എടുക്കണം. എനിക്ക് ഡെലിവറിക്ക് ഉള്ളതാണ്. നീ ബാഗ് ഒന്ന് പിടിച്ചേ. എടാ ഈ ബാഗ് കൂടി എനിക്ക് തരല്ല, എനിക്ക് താങ്ങാൻ വയ്യ. നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതൊക്കെ കൂടെ ഇല്ലായിരുന്നോ? അതുണ്ടായിരുന്നു. ഇപ്പൊ നീ ഉണ്ടല്ലോ. ഇതുവരെ എത്തിയില്ലേ? നിനക്കൊന്ന് അകത്തോട്ട് വെച്ചാൽ പോരെ? ഒന്ന് സഹായിക്കടാ. എനിക്ക് ഇന്നേ സമയമില്ല, അതാണ്. ഈ പറഞ്ഞു നിൽക്കണ സമയം പോരെ ഒന്ന് അകത്ത് കൊണ്ട് വെച്ചരാനായിട്ട്. അത് പിന്നെ വീട്ടിൽ കയറി പിന്നെ ഇറങ്ങിയിട്ട് കയറാൻ പാടില്ല. എന്താ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അതായത് നമ്മൾ ഒരു തവണ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിയാൽ പിന്നെ തിരിച്ചു കയറിയിട്ട് പിന്നെ ഇറങ്ങാൻ പാടില്ല. കേറി എന്താന്ന്? കയറിയ പിന്നെ പോകുന്നേരം നടക്കില്ല. നീ സാംസങ് തന്നെയല്ലേ? നിനക്ക് എപ്പോഴും ഇങ്ങനത്തെ വിശ്വാസമൊക്കെ തുടങ്ങിയ? അഭി പറയുന്നതിലും കാര്യമൊക്കെ ഉണ്ട്. നീ അല്ലാണ്ട് അവി പറയണൊക്കെ കേൾക്കാൻ നിൽക്കുവോ? പൊടി, എനിക്കെൻ്റെ വണ്ടി വേണം. എടാ ഒന്ന് സഹായിക്കടോ, എനിക്ക് പറ്റാത്തോണ്ടല്ലേ. നീ എന്താ ചെയ്യണേ? ഇതെന്താ ഇത്? എന്ത്? നീ എന്തിനാ ചെരുപ്പ് ഊരണേ? പിന്നെ ചെരുപ്പ് ഊരണ്ടേ? വേണ്ട, നമ്മുടെ വീടല്ലേ, അതുപോലെ അകത്ത് വീടും ഭയങ്കര അഴുക്കായിരിക്കും. എൻ്റെ കാലൊക്കെ വെറുതെ വൃത്തികേടാവും. ചെരുപ്പിട്ടോ. ശരി. എന്താ പോണില്ലേ? ഞാൻ പൊക്കോളാം, നീ ചെല്ലു.